ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എനിക്കും കാശിക്കുട്ടനും കൂടെ ഇന്ന് കുറച്ച് സ്ഥലത്തൊക്കെ പോകാനുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും പോകാനായിട്ട് റെഡിയായിട്ടൊക്കെ ഇറങ്ങിയതാണ്. ഞാൻ എവിടെ പോയാലും കാശിക്കുട്ടൻ എൻ്റെ വാലായിട്ട് തന്നെ കൂടെ കാണും കേട്ടോ. സത്യത്തിൽ അതെനിക്കൊരു ധൈര്യമാണ്. ഞാൻ എവിടെ പോയാലും ഞാൻ അവനെ വിളിക്കും, വരുന്നാടെന്ന് വെച്ചാൽ ഓടി വരും. എന്നിട്ട് ഭയങ്കര കെയറിങ്ങും സപ്പോർട്ടും ഒക്കെയാണ്. എടി അങ്ങനെ ചെയ്യല്, ഇങ്ങനെ ചെയ്യരുത്, നീ അവിടെ പോലെ ഇവിടെ പോലെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കെയറിങ് ആണ്. പിന്നെ അവൻ കൂടെ ഉള്ളപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം നമ്മുടെ കൂടെ സപ്പോർട്ടിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊരു പ്രത്യേക സന്തോഷമല്ല. അതുപോലെ തന്നെയാണ് കേട്ടോ എൻ്റെ കാശിക്കുട്ടൻ. അവൻ ആരും എന്നെ ഒന്നും പറയുന്നൊന്നും ഇഷ്ടമല്ല, പക്ഷെ അവൻ എന്നെ നല്ല ചീത്തയൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഞങ്ങൾ അക്ഷയയിലോട്ട് പോകാൻ ഇറങ്ങി കേട്ടോ. കാരണം എനിക്ക് കുറച്ച് സർട്ടിഫിക്കറ്റൊക്കെ ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. അപ്പം നേരെ ഞങ്ങൾ അക്ഷയയിലോട്ട് വിട്ടു. ഞങ്ങൾ അക്ഷയ വന്നേ, പക്ഷേ അവിടെ കുറച്ച് കൂടുതൽ സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. കാരണം അവിടെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. പിന്നെ കാശിക്കുട്ടൻ കൂടെ ഉള്ളതുകൊണ്ട് ഒന്നും അറിഞ്ഞില്ല, ബോറടിച്ചില്ല. ഇങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിരുന്നു. അവനില്ലെങ്കിൽ ഞാൻ എല്ലായിടത്തും ഒറ്റയ്ക്ക് പോയി പോസ്റ്റ് അടിച്ച് നിൽക്കേണ്ടി വന്നേനെ. ഇനി ഞങ്ങൾക്ക് KSF വരെ പോകണം കേട്ടോ. അങ്ങനെ KSF ചെന്നു. അവിടെയും കുറച്ച് സമയം ഞങ്ങൾ ലാഗ് അടിക്കേണ്ടി വന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയപ്പോൾ അവന് വെള്ളം വേണം, ഐസ്ക്രീം വേണം, അങ്ങനെ പല ലിസ്റ്റായി കേട്ടോ. അങ്ങനെ അവനൊരു ഐസ്ക്രീം വാങ്ങിക്കാൻ ഞങ്ങൾ കയറിയേ. അങ്ങനെ അവനെപ്പോഴും സ്ട്രോബെറിയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അവനൊരു സ്ട്രോബെറിയും പറഞ്ഞു, ഞാനൊരു സ്പാനിഷ് ഡിലൈറ്റും പറഞ്ഞു കേട്ടോ. അപ്പോൾ നല്ല സാധനമായിരുന്നു. അങ്ങനെ അവൻ ഒരെണ്ണോടെ വേണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട, തണുപ്പാണ്, ഇത് മതി, പിന്നെ എന്തെങ്കിലും വെള്ളം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇറങ്ങിയപ്പോൾ അവൻ അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയറൊക്കെ കളറൊക്കെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ഡ്രസ്സിൻ്റെ കളറുള്ള തന്നെ ചെയറിൽ കയറി ഇരുന്ന് കുറച്ച് നേരം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, പോവാൻ കുറേ സമയമായി, നമുക്ക് വീട്ടിൽ പോകണ്ടേ, ചോറൊക്കെ കഴിക്കണ്ടേ എന്ന് പറഞ്ഞ് പിന്നെ തിരിച്ച് വിളിച്ചുകൊണ്ട് വന്നു കേട്ടോ. ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് അമ്മൂമ്മയുടെ വീട്ടിലോട്ടാണ്. അവിടുന്ന് പിന്നെ വൈകുന്നേരം വീട്ടിലോട്ട് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവൻ പറഞ്ഞു അവന് മാഗി വേണം, ഷേക്ക് വേണം, ഭയങ്കര ലിസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ മാഗി ഇരുന്നത് ആദ്യം മാഗി ഉണ്ടാക്കാമെന്ന് വെച്ചു. അങ്ങനെ മാഗി ഉണ്ടാക്കാൻ വെച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ ഷേക്ക് ഉണ്ടാക്കാനായിട്ട് മാംഗോ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു മാംഗോ ഷേക്ക് മതിയോ? അപ്പോൾ വലിയ ഇഷ്ടമല്ല, എന്നാലും പറഞ്ഞ് അത് മതി, ഉള്ളത് മതി എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ അത് അവിടെ ആകുമ്പോഴത്തേക്ക് ഞാൻ ഓർത്തു മാങ്ങയൊക്കെ സെറ്റ് ചെയ്തെടുക്കാമെന്ന് ഓർത്തു. അങ്ങനെ 2 മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അരിഞ്ഞെടുത്തു, അതേ ഉള്ളായിരുന്നു. അപ്പോൾ വാവയും കാശിക്കുട്ടനും കൂടെ ഞാനത് അരിയുന്നതൊക്കെ നോക്കിയിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഏട്ടനും വന്നു. അപ്പോൾ ഏട്ടനും ഷേക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും കൂടെ റെഡിയാക്കാമെന്ന് ഓർത്ത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ഓർത്തത് മാഗി എടുപ്പത്തിരിക്കുന്ന കാര്യം. അപ്പോൾ നേരെ ചെന്ന് അത് നോക്കി. അത് ഏകദേശം ആവാറാവുന്നേ ഉള്ളായിരുന്നു. അങ്ങനെ മാഗിയൊക്കെ സെറ്റായി, മാഗിയൊക്കെ എടുത്തു. അങ്ങനെ ഷേക്ക് ബാക്കി പരിപാടിയൊക്കെ കഴിഞ്ഞു. ഷേക്ക് ഒഴിച്ചെടുത്തു. അങ്ങനെ ഏട്ടനും ചൂടത്തുള്ള പണിയായതുകൊണ്ട് ഏട്ടനും നല്ല ആശ്വാസമായിരുന്നു കേട്ടോ അത് കൊടുത്തപ്പോഴത്തേക്ക്. അതുകഴിഞ്ഞിട്ട് 3 പേരും കൂടെ അതൊക്കെ കുടിച്ചു. അപ്പോൾ മാഗി ചോദിച്ചു. അപ്പോൾ മാഗി ആറാൻ വെച്ചിരിക്കുകയായിരുന്നേ. അത് കഴിഞ്ഞപ്പോൾ TV ഇട്ട് കൊടുത്ത് മാഗിയും കഴിച്ചുകൊണ്ട് അവിടെ ഇരുന്നു കേട്ടോ. മാഗി നല്ല ചൂടായിരുന്നു കേട്ടോ. കുറച്ച് നേരം കൂടെ അത് ആറട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ കേട്ടില്ല. അവന് നല്ല വിശപ്പുണ്ടെന്നും പറഞ്ഞ് അവനെടുത്ത് വായിക്കാത്തോട്ടിടുക. എന്നാൽ തിന്നാൻ പറ്റുന്നുണ്ടോ അതുമില്ല. അവൻ്റെ ക്ഷമയൊക്കെ പോയട്ടോ. അപ്പോൾ അവൻ എങ്ങനെയൊക്കെയോ ഇരുന്ന് തിന്നുന്നുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ കുഞ്ഞാവി ഇരിപ്പുണ്ട്. അപ്പോൾ അവൾക്ക് ചൂടൊക്കെ ആറിയിട്ട് അവൾക്ക് നല്ല ക്ഷമയുണ്ട്. ചൂടൊക്കെ ആറിയിട്ട് പതിയെ മതി എന്നുള്ളതുകൊണ്ട് അവൾ അവിടെ വെറുതെ ഇരിക്കുകയാണ് കേട്ടോ. TV നോക്കി ഇരിക്കുകയാണ്. അപ്പോൾ ഇത്ര സൂക്ഷ്മമായിട്ടൊക്കെ ഇരുന്ന് എന്താ അവൾ കാണുന്നതെന്നൊന്ന് നോക്കിയേ. അമ്മൂമ്മയുടെ കൂടെ ഇരുന്ന് ശീലിച്ച ശീലമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളേ.